ജമാഅത്തും മുസ്ലിം ലീഗാണ് തീരുമാനിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രി. അഴിമതി ഇവിടെ നടക്കും മാത്രമല്ല, അവരൊരു കോമ്പറ്റീഷനിലായിട്ട് നടക്കും. കർണാടകനേക്കാളും കൂടുതൽ, തെലങ്കാനയേക്കാളും കൂടുതൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ BDS ഒന്നും കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ഡോക്ടറല്ല. ശരിക്കും അദ്ദേഹത്തിന് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അദ്ദേഹം പറയും ഇല്ല എന്ന് തന്നെയായിരിക്കും. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണം അവസാനിച്ചു. ഇപ്പം VD സതീശൻ നയിക്കുന്ന പുതിയ സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു. ഇതിനിടയിൽ 3 സീറ്റ് BJPക്കും കിട്ടി. ഇനി നമുക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ചെറിയൊരു അഭിപ്രായം കേട്ടതിന് ശേഷം ബാക്കി പറയാം. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ മുഴുവനായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. UPA ചെയ്ത പോലെ തന്നെ ഈ സർക്കാരും VD സതീശന്റെ സർക്കാർ ചെയ്യും. കാരണം തുടങ്ങിയല്ലോ, ജമാഅത്തും മുസ്ലിം ലീഗാണ് തീരുമാനിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രി. അഴിമതി ഇവിടെ നടക്കും മാത്രമല്ല, അവരൊരു കോമ്പറ്റീഷനിലായിട്ട് നടക്കും. കർണാടകനേക്കാളും കൂടുതൽ, തെലങ്കാനയേക്കാളും കൂടുതൽ. ഇത് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹത്തോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, നരേന്ദ്രമോദി എന്നാൽ ഇപ്പൊ ലോകം മുഴുവൻ വാഴ്ത്തുന്ന, ഇപ്പൊ കഴിഞ്ഞ നോക്കൂ UAE അറബ് രാജ്യങ്ങളൊക്കെ വളരെ ശക്തനായ ഒരു ഭരണാധികാരി അംഗീകരിച്ചിട്ടുള്ള, ലോകം മുഴുവൻ ഇന്ന് ഇന്ത്യക്കാർ ലോകത്തെ പല ഭാഗത്തും ചെല്ലുമ്പോൾ പഴയ ഇന്ത്യക്കാരായിട്ടല്ല അറിയുന്നത്. ഒരു വിലയുണ്ട്, ഒരു നിലയും വിലയും ഉണ്ട് ഇന്ത്യക്ക് അതിൻ്റെതായ ഒരു വാല്യൂ മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്നുമുണ്ട്. അത്രയധികം കഴിവും പ്രാപ്തിയും ഉണ്ടെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഒരു കഴിവുമില്ലാത്ത വെറും ഒരു 4ാംകിട രാഷ്ട്രീയക്കാരനാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യം, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഇവിടെ VD സതീശനെ തീരുമാനിച്ചതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായി സംസാരിക്കുന്നത്. എന്നാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കേരളത്തിലടക്കം. ആ പ്രശ്നത്തെ കുറിച്ചൊന്നും സംസാരിക്കാൻ BJPയുടെ അധ്യക്ഷന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തങ്ങളുടെ നേതാക്കന്മാർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ, അത് UPയിലായാലും പശ്ചിമ ബംഗാളിലായാലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗുജറാത്തിലായാലും ഉള്ള കാര്യങ്ങൾ, അതൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. പകരം ഇവിടെ VD സതീശൻ മുഖ്യമന്ത്രി ആയതിനെ കുറിച്ച് സംസാരിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് 2 കാര്യത്തിന് ഇവിടെ മറുപടി വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഇവിടെ UDFൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ എന്താണ് കുഴപ്പം? 2, ഈ ഇന്ത്യയിലെ ഇന്നത്തെ സാധാരണക്കാരുടെ ജനജീവിതം എന്താണ് എന്ന് BJP സർക്കാർ അറിയുന്നുണ്ടോ? നരേന്ദ്രമോദി സർക്കാർ അറിയുന്നുണ്ടോ? അല്ല, പറയുമ്പോൾ എല്ലാം വേണമല്ലോ. നമുക്ക് ആദ്യം ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമിന്റെ കാര്യം പറയാം. ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, നരേന്ദ്രമോദി കഴിവുകെട്ടവനാണോ എന്ന്. അല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇതുവരെ ഭരിച്ചിട്ടുള്ള മന്ത്രിമാരിൽ ഒരുപക്ഷെ ഞാൻ പറയുന്നതിൽ മറ്റുള്ളവർക്ക് എതിർപ്പുണ്ടാകാം, പക്ഷെ ഞാൻ വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. സഖാവ് പിണറായി വിജയന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ തന്നെ. ഇതുവരെ കേരളത്തിൽ ഭരിച്ചിട്ടുള്ള സർക്കാരുകളിൽ 10 വർഷം കൊണ്ട് അടിസ്ഥാന വികസനങ്ങളിൽ ഇത്രയധികം വളർച്ച കൈവരിച്ചിട്ടുള്ള മറ്റൊരു സർക്കാർ ഇല്ല. അതിന് ആരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയ വിരോധം കൊണ്ട് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. റോഡുകളായാലും പാലങ്ങളായാലും കെട്ടിടങ്ങളായാലും അതുണ്ടായതുപോലെ എത്ര കടം വാങ്ങിയാലും എത്ര കട്ടുമുടിച്ചെന്ന് പറഞ്ഞാലും അത് ഉണ്ടായത് തന്നെയാണ്. അത് മറ്റാരും ഉണ്ടാക്കിയിട്ടില്ല, അത് വസ്തുതയാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരും ഇവിടെ ഈ കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് അവർ ഇന്ത്യയെ മാറ്റിമറിച്ചിട്ടുള്ളത് നമ്മൾ കാണുന്നതാണ്. ലോകത്തിന്റെ നിരയിൽ ഇന്ത്യയുടെ സ്ഥാനം വളർത്തി എന്നതാണ് ഏറ്റവും വലുത്. അതിലപ്പുറം ഇന്ത്യയിൽ ഇങ്ങനെയും ഭരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അസാധ്യമായ വികസനങ്ങൾ, ലോകം കണ്ണുമിഴിച്ചു നോക്കി നിൽക്കുന്ന വികസനങ്ങളോട് കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷെ അതേ സമയം തന്നെ നോക്കാതെ വെറും രാഷ്ട്രീയം മാത്രം, വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം നോക്കി ഈ ഇന്ത്യ മഹാരാജ്യത്തെ 140 കോടി ജനങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള ശ്രമവും അവർ തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടെ പിണറായി സർക്കാരും അത് തന്നെയാണ് ചെയ്തത്. അതായത് ഇത്രയധികം വികസനം ചെയ്യുന്ന സമയത്ത് അടിസ്ഥാനമായി ജീവിക്കേണ്ട ചില മേഖലകളുണ്ട്, സാധാരണക്കാർ ജീവിക്കേണ്ട മേഖലകൾ. ആ മേഖലകളിൽ യാതൊരു നോട്ടവും സർക്കാരിന് എത്തിയില്ല. എന്നാൽ ഇത് രണ്ടും പരിഹരിക്കാൻ ആരാണിത് പരിഹരിക്കേണ്ടത്? കേന്ദ്രത്തിൽ ഭരണം NDAക്കുണ്ട്, അതുകൊണ്ട് അവർക്കത് നേരിട്ട് പരിഹരിക്കാൻ സാധിക്കും. കേരളത്തിൽ ഇപ്പോ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്, അവരത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പ്രതിപക്ഷത്തുണ്ടല്ലോ, അവർ പറഞ്ഞ് ചെയ്യിക്കണം. അതിനാണല്ലോ പ്രതിപക്ഷത്തിരിക്കുന്നത്, ഈ സർക്കാരിനെ കൊണ്ട് ഇതൊക്കെ പറഞ്ഞ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇതുമാതിരിയുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് വർഗീയ വിഷം ഇറക്കി വിട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ആരെങ്കിലും നാശത്തിലേക്ക് എടുത്തിട്ടുകൊണ്ട് അവരെ തകർത്തുകൊണ്ടൊന്നും ഈ രാജ്യം വികസിക്കാൻ പോകുന്നില്ല, നമ്മുടെ സംസ്ഥാനം വികസിക്കാൻ പോകുന്നില്ല. ഇനി മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി UDFന്റെ മുഖ്യമന്ത്രി ഇന്നാരാകണം എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, നരേന്ദ്രമോദി
എന്ന നമ്മുടെ പ്രധാനമന്ത്രി കഴിവുകെട്ടവനാണോ എന്ന്. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ഭീകര പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു അത് ഒരു ഭീകരവാദി പ്രസ്ഥാനമല്ല. അത് അത്തരത്തിലുള്ള യാതൊരു കുഴപ്പമില്ലാത്ത ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസ സംഹിതയാണ് എന്ന് ഞാൻ പറയുന്നു. ഇന്ത്യയിൽ, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, ഇന്ത്യയിൽ ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും കുഴപ്പം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ നിരോധിച്ചേനെ. നമുക്കറിയാലോ, മുമ്പ് RSSനെ നിരോധിച്ചു, ISSനെ നിരോധിച്ചു, പിന്നെ RSSന്റെ നിരോധനം പിൻവലിച്ചു, ഇപ്പൊ നോക്കൂ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. ഇതൊക്കെ ചെയ്തു. ഇതൊക്കെ ഈ സർക്കാർ ചെയ്യുന്നുണ്ട്, ഇതിനു മുമ്പുള്ള സർക്കാരും ചെയ്തിട്ടുള്ളതാണ്. നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആ പ്രസ്ഥാനം ഉണ്ടാവില്ല. അപ്പോ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഉണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരുടെ വോട്ട് ഒരു പക്ഷേ VD സതീശനോ അല്ലെങ്കിൽ UDF-നോ കിട്ടിയിരിക്കാം. അതുകൊണ്ട് അവർ പറയുന്നു, അല്ലെങ്കിൽ തന്നെ പറയുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നില്ല, യൂട്യൂബേഴ്സ് നമ്മളെല്ലാം പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളൊക്കെ കോൺഗ്രസ്സുകാരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് പ്രത്യേകിച്ച് ആഭിമുഖ്യമുള്ളവരാണോ? നമ്മൾ പറഞ്ഞല്ലോ VD സതീശൻ ആണ് നല്ലത്, കേരളത്തിൽ ഇത്രയധികം ഒരു തരംഗം ഉണ്ടാക്കാൻ മുന്നിട്ട് നിന്നത്, ചാലഞ്ച് ചെയ്തുകൊണ്ട് 100 സീറ്റിന് മേലെ നേടും, ഇല്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറയാൻ ധൈര്യം കാണിച്ചത് VD സതീശനാണ്. അതുകൊണ്ട് അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞു. അത് VD സതീശൻ നിന്ന് അച്ഛനം വാങ്ങിയിട്ടാണോ? വ്യക്തിപരമായി എന്റെ അഭിപ്രായം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് കാരണവും ഞാൻ എന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ സംഘടനാ തലത്തിലും അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ പറയാനുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ UDF അധികാരത്തിൽ വരുമ്പോൾ UDF-ന് ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് പറയാൻ അവർക്ക് അവകാശം ഉണ്ടാവും. ഇന്ന ആള് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് ഉപകാരമായേനെ, നമുക്കൊന്ന് ഒരല്പം സ്വാധീനമൊക്കെ ഉണ്ടായേനെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ ധൈര്യം ഉണ്ടാകുമായിരുന്നു എന്ന് അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് കുഴപ്പം? അതുപോലെ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നിലവിൽ UDF-ന്റെ ഘടകകക്ഷിയാണ്, വെറും ഘടകകക്ഷിയല്ല. ഇപ്പൊ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ രണ്ടാമത്തെ രണ്ടാം നമ്പർ കാറ് സഞ്ചരിച്ച് പോകാൻ പോകുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. അതായത് ഏറ്റവും വലിയ ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് UDF-ന്റെ ഭാഗമായതുകൊണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയല്ല ഇവിടെ തെരഞ്ഞെടുക്കുന്നത്, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതും കോൺഗ്രസിൽ നിന്നല്ല തെരഞ്ഞെടുക്കുന്നത്, UDF എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും UDF-ന്റെ ഘടകകക്ഷിയായിട്ടുള്ള ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് അഭിപ്രായം പറയും. അവരുടെ അഭിപ്രായം അല്ലാതെ തിരുവനന്തപുരത്ത് മാരാർജി ഭവനം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഡൽഹി പോയപ്പോ നരേന്ദ്രമോദിന്റെ ഓഫീസിൽ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് ഇവിടെ തന്നെയല്ല പറയേണ്ടത്, UDF-ൽ തന്നെയല്ല ഇത് പറയേണ്ടത്. അവരത് പറഞ്ഞു. ഇത് രണ്ടിലും എവിടെയാണ് തെറ്റ്? എന്റെ ചോദ്യമാണ്. രാജീവ് ചന്ദ്രശേഖർ ഇതിന് മറുപടി പറയണം. അതായത് എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ആവശ്യപ്പെട്ടുകൂടാ, എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് അഭിപ്രായം പറഞ്ഞുകൂടാ? ഇവർ രണ്ടുപേരും മുസ്ലിങ്ങളായതുകൊണ്ടോ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, പേര് മാത്രമേ മുസ്ലിം ലീഗ് എന്നുള്ളൂ, അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ഉണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരു പക്ഷേ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ പാർട്ടിയിൽ, ഒരു വെൽഫെയർ പാർട്ടിയിൽ ഒരു പക്ഷേ മറ്റ് കക്ഷികളൊക്കെ ഉണ്ടായേക്കാം, മറ്റു മതസ്ഥരൊക്കെ ഉണ്ടായേക്കാം. ഈ ജമാഅത്തെ ഇസ്ലാമി നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഒരു കുഴപ്പമുള്ള ഒരു സംഘടനയായിട്ട് കാണുന്നില്ല. അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ കഴിഞ്ഞ 10-12 വർഷത്തിനുള്ളിൽ എന്നോ നിരോധിച്ചു പോയനെ. അങ്ങനെ നിരോധിക്കാത്തത് കൊണ്ട് അവർക്കിവിടെ ജീവിക്കാനും അവർക്കിവിടെ പ്രവർത്തിക്കാനും അവർക്കിവിടെ പറയാനും എല്ലാം അവകാശമുണ്ട്. ആ അവകാശത്തുമല്ല അവർ പറയുന്നതിനെ കയറി ഇരുന്നിട്ട് തുരങ്കം വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നതില് കഴമ്പില്ല. അദ്ദേഹം വർഗീയത, പച്ചവിഷ വർഗീയത, മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ ഒരു മുസ്ലിം വിഭാഗത്തെ താറടിച്ചുകൊണ്ട് മാത്രമേ പാർട്ടി വളർത്താൻ കഴിയൂ, അല്ല അങ്ങനെ പറഞ്ഞാൽ മാത്രമേ മറ്റൊരു വിഭാഗം തങ്ങളുടെ ഒരു ആഭിമുഖ്യം പറയൂ, ആഭിമുഖ്യത്തിൽ നിൽക്കൂ, നാളെ വോട്ട് ബാങ്ക് വളരൂ എന്നൊക്കെ ചിന്തിച്ചത് കൊണ്ട് മനഃപൂർവ്വം കലക്കാൻ വേണ്ടിയിട്ട് ഈ സമൂഹത്തിൽ ദ്രോഹം വിതയ്ക്കാൻ വേണ്ടി സംസാരിക്കുന്നതായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇതാണ് അതിന്റെ ഒന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം ഒരല്പം വലിയ ഭാഗമാണ്. നോക്കൂ, ഈ കേരളത്തിൽ നിന്ന് യുവാക്കൾ ഒഴുകുകയാണ് പുറത്തേക്ക്. ഡോക്ടർമാരൊക്കെ അവിടെ നിന്ന് പോകും, എല്ലാവരും പോവാണ്. അതായത് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപരിപഠനത്തിനൊക്കെ കാനഡയിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും ഒക്കെ കടന്ന് യുകെയിലൊക്കെ കയറി പോവാണ്. മുഴുവൻ കയറി പോയിട്ട് അവിടെ ചെയ്യുന്ന പണി എന്താണ്? അവിടെ കക്കൂസ് കഴുകുന്ന പണി അടക്കമുള്ള മുഴുവൻ പണികളും അവിടെ ചെയ്യുന്നു. അവർ ഇങ്ങോട്ട് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇവിടെ ഉപയോഗിക്കേണ്ട ബുദ്ധിയും തലയും, ആ തലയാണ് ഇവിടെ നിന്ന് ആട്ടിവിടുന്നത്. അതിനെ എങ്ങനെ ഇവിടെ പിടിച്ചു നിർത്താം, നമ്മളെ കേരളത്തിൽ എങ്ങനെ ഇവിടെ പിടിച്ചു നിർത്താം എന്നതിനെ കുറിച്ച് ഒരു ചിന്തയും ഇവിടെ ഇല്ല. അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഉത്തരേന്ത്യയിൽ പയറ്റി ഒരു പരുവത്തിലാക്കിയിട്ടുള്ള വർഗീയ വിഷം, ജാതീയ വിഷം ഇറക്കിക്കൊണ്ട് ആ ജാതിക്കാരുടെ പറഞ്ഞുകൊണ്ട് ജാതിയുടെ മതത്തിന്റെ പേരിൽ വോട്ടുകൾ ഭിന്നിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള ധ്വരം മാത്രമാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഈ സംസ്ഥാനം വികസിക്കണമെന്ന് ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോ സ്ഥാനം പിടിച്ചു വരുന്ന BJPക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതല്ല പറയേണ്ടത്. നാസർ ബന്ധു നമ്മളോട് പറയുകയുണ്ടായി, മാറ്റിപ്പാർപ്പിക്കാനായിട്ട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും
അതിനൊന്നും ഒരു ഫലം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഇവർക്ക് വേണ്ടി വീട് പണിയാനായിട്ട് നമ്മൾ സ്ഥലമൊക്കെ വാങ്ങിച്ചായിരുന്നു. സ്ഥലം വാങ്ങിച്ച് വീട് പണിയാനുള്ള പ്ലാനിലും എസ്റ്റിമേറ്റും ശരിയാവുകയും എൻ്റെ മെറ്റീരിയൽസ് വരെ വാങ്ങിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെയുള്ള കുറച്ച് പ്രമാണിമാർ അവരുടെ വീടിൻ്റെ അടുത്താണ് നമ്മൾ സ്ഥലം വാങ്ങിച്ചത്. അപ്പോൾ അവർക്കിത് ഇത്തരം ഇങ്ങനെ സോഷ്യലി താഴ്ന്ന നിലയിലുള്ള ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രയാസവും അവിടെ ചേരി പോലെയൊക്കെ ആയി പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്ക് ബ്ലോക്ക് ചെയ്യും. നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്താണ്, വിദ്യാഭ്യാസം എന്താണ്, നമ്മുടെ രാജ്യത്തിന്റെ പൗരന്റെ ഒരു ഉത്തരവാദിത്വം എന്താണ്, പൗരബോധം എന്താണ്, രാഷ്ട്രബോധം എന്താണ് എന്നൊക്കെ രാജീവ് ചന്ദ്രശേഖരന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരിനെയും പോലെയുള്ളവർക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവിടുത്തെ ലോക്കൽ രാഷ്ട്രീയക്കാരായിട്ടുള്ള പള്ളിക്കൂടത്തിന്റെ തിണ്ണ കാണാത്ത കുറെ എണ്ണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന മന്ത്രിമാരും അല്ലാത്തവരൊക്കെ ആയിട്ടുണ്ട്. ഞാനവരെ ആക്ഷേപിക്കുന്നതല്ല. അവർക്ക് പക്ഷേ ഇതിന്റെ ഒരു മൂല്യം എത്ര ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിശാലത എത്ര എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഈ സംസ്ഥാനം നമ്മുടെ രാജ്യമൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. ഇപ്പോ VD സതീശനും അതേപോലെ മാത്യു കുഴൽനാടനും ഒക്കെ ഇത് വളരെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. കുറച്ചൊക്കെ വിദ്യാഭ്യാസവും വരെ വെള്ളിയാഴ്ച ഉള്ളതല്ലേ ഇവരൊക്കെ. അതുപോലെ രാജീവ് ചന്ദ്രശേഖരന് എന്തായാലും ഇത് മനസ്സിലാക്കണം. കാര്യം ലോകം കണ്ട ആളാണല്ലോ. ലോകത്തിന്റെ ഗതി എവിടെയാണ്, അവരെവിടെയാണ് ജീവിക്കുന്നതെന്ന് അറിയാമല്ലോ. 2026 ലോകം ജീവിക്കുമ്പോൾ നമ്മൾ ഇതുവരെ 2000-ലേക്ക് പോലും കടന്നിട്ടില്ല. 10-25 കൊല്ലമെങ്കിലും ബേക്കിലാണ് ഇവിടുത്തെ ജനത എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഉപയോഗിക്കേണ്ട, നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉപയോഗിക്കേണ്ട തല, ബുദ്ധി, ആ ബുദ്ധി ഇവിടെ കടൽ കടന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി അവിടെയുള്ളവർക്ക് അത് ഗുണമാകുന്നത്. പക്ഷേ ആ തലയെ അവിടെ ചെന്ന് കക്കൂസിന്റെയും അല്ലെങ്കിൽ മറ്റെവിടെയിലെയും ഹോട്ടലിന്റെയും പെട്രോൾ പമ്പിന്റെയും ഒക്കെ കോണിൽ ഒതുക്കിയിടപ്പെടുന്നത്, ഈ രാജ്യത്ത് നിന്ന് നാട് കടത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി ഒന്ന് സംസാരിക്കണ്ടേ? അതൊക്കെയല്ലേ ആദ്യം സംസാരിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ 2026 ജീവിക്കാനുള്ള സൗകര്യം എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇനി ആലോചിക്കേണ്ടത്. ജാതിയുടെ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഷം വിതറിക്കൊണ്ട് ആളെ പിടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു. കാര്യം ലോകം ഒരുപാട് വികസിച്ചു. ഇവിടെ ഇത്തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കി ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വേണ്ട, നമ്മള് പശ്ചിമ ബംഗാളിൽ അവിടെ ഭരിച്ചിരുന്ന ആരൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാലോ. പശ്ചിമ ബംഗാളിന്റെ ഗ്രാമങ്ങളിലൂടെ കഴിയുന്നവർ ഒന്ന് പോണം. സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്, ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് നമ്മളോട് പറയുകയുണ്ടായി. നമുക്ക് ഈ വീടിനുള്ളിലേക്കൊന്ന് പ്രവേശിക്കാം കേട്ടോ. വളരെ കുനിഞ്ഞു വേണം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. എൻ്റെ മോനെ പാട് തന്നെ കണ്ടോ. ക്ലിനിക്ക് എന്ന പേര് ജ്ഞാനം കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി ഇതിനെ ക്ലിനിക്ക് എന്നൊന്നും നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കില്ല. ഒരു പഴയ ഷെഡ്. നമ്മൾ വിചാരിക്കും ഇത് ഏത് നൂറ്റാണ്ടിലെ കടയാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ക്ലിനിക്കാണ്. ഇതിനകത്തൊരു ഡോക്ടർ ഇരിപ്പുണ്ട്, കുറേ പേഷ്യൻസ് വെയിറ്റ് ചെയ്ത് പുറത്ത് ഇരിപ്പുണ്ട്. ഒരു ദന്താശുപത്രി, ആ ദന്താശുപത്രിയിൽ 10ാം ക്ലാസ് പോലും പോകാത്ത ഒരാള് പണ്ടെന്നോ ഏതോ ദന്താശുപത്രിയിൽ പോയി അവിടെ നിന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കണ്ടുപഠിച്ചു വന്നിട്ട് അവിടെ ദന്താശുപത്രി ഇട്ടേക്കാം. കാരണം അടുത്ത ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൽ ആകെ ഒരു ദന്താശുപത്രി, ഒരു ക്ലിനിക്ക്. ആ ക്ലിനിക്കിലാണെങ്കിൽ പല്ലി, പാറ്റ, പഴുതാര എല്ലാം ഉണ്ട്. കുറെ പൊടി പിടിച്ച ചവണകളും അതുപോലെ ഒരു ഏതോ ജാമ്പകാലത്തെ സിറിഞ്ചും എല്ലാമായിട്ട് ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു ക്ലിനിക്കായിട്ടാണോ അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് തോന്നുക? എനിക്ക് പ്രത്യേകിച്ച് ഇത് കാണുമ്പോൾ ശരിക്കും സങ്കടമാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അവസ്ഥ, ശരിക്കും ഞാൻ ഇദ്ദേഹത്തെ കുറ്റം പറയില്ല. കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഓരോ നാടിനും അതിൻ്റെതായ MLA-മാരും MP-മാരും ഉണ്ടാവും. അവർ തീരുമാനങ്ങൾ എടുക്കണം. മാത്രമല്ല ഓരോ ജില്ലയ്ക്കും കളക്ടർമാരുണ്ട്, അതോടൊപ്പം തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർ പലരും ഉണ്ട്. അവരൊക്കെയാണ് ശരിക്കും ഇതിന് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ ഇവിടെ പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു നിർദ്ദേശം അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ കണ്ടെത്തിക്കഴിഞ്ഞ് ഇതിനെ അടപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിനിക്കുകൾ ഇവിടെ വരും. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇദ്ദേഹം എന്താ പറയുക, ഈ ദന്ത ഡോക്ടറായി പഠിച്ച് ഇറങ്ങിയ ഒരു വ്യക്തിയൊന്നുമല്ല. ഇദ്ദേഹം പ്രത്യേകിച്ച് ഇതിൻ്റെ ABCD അറിയില്ലാത്തൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് ഇദ്ദേഹം ഇവിടെ ഈ രോഗികളെ പരിപാലിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങൾ മുന്നേ ഇദ്ദേഹം നഗരങ്ങളിലൊക്കെ പോയിട്ട് ഏതെങ്കിലും ദന്ത ക്ലിനിക്കിൽ അറ്റൻഡറായിട്ടോ അല്ലെങ്കിൽ അപ്രൻറ്റീസ് ആയിട്ടോ എന്തെങ്കിലും രീതിയിലൊക്കെ ജോലി ചെയ്ത് ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കും. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ BDS ഒന്നും കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ഡോക്ടറല്ല. ശരിക്കും അദ്ദേഹത്തിന് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അദ്ദേഹം പറയും ഇല്ല എന്ന് തന്നെയായിരിക്കും. പശ്ചിമബംഗാളിൽ മാത്രമല്ല, ഇവിടെ UP-യിൽ ചെന്ന് കഴിഞ്ഞാലും ഇത് തന്നെ. ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ചെല്ലുന്നു എന്നല്ലാതെ അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. അവിടെ ആശുപത്രി ആയാലും മരുന്ന് ആരെങ്കിലും 10ാം ക്ലാസ് പോലും പാസ്സാവാത്തന്നെ എവിടെയെങ്കിലും ക്ലിക്കിട്ട് കുറെ മരുന്നുകൾ കൊടുക്കുകയാണ്. പല്ലെടുക്കുന്നത് അവൻ തന്നെയാണ്, അതിൽ സർജറി ചെയ്യുന്നത് അവൻ തന്നെയാണ്, കീറി തുന്നിക്കിട്ടുന്നതെല്ലാം അവൻ തന്നെയാണ്, എല്ലാം മരുന്ന് കൊടുക്കുന്നത് അവൻ തന്നെയാണ്. ഈ സാധാരണക്കാരെന്തിനാ അവിടെ പോകുന്നു? പാവങ്ങളാണതേ. 10, 20, 50 രൂപയ്ക്കും പല്ലെടുക്കും.
പിന്നെ ഒരു പല്ലിന് എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്യണമെന്നുണ്ടെങ്കിൽ നഗരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 10, 40, 50 കിലോമീറ്റർ പോകണം. മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ 500 രൂപ കുറഞ്ഞത് ഫീസാകും. ഒരു ദിവസത്തെ അവന്റെ പണി പോകും. ആകെ കിട്ടുന്നത് ഒരു ദിവസം പണിയെടുത്താൽ ഏറ്റവും കൂടിയ കൂലി 500 രൂപയാണ്. ആ 500 രൂപയെ കൊണ്ട് ഇല്ലാത്ത പൈസയും കടം വാങ്ങിയിട്ട് ഒരു ദിവസം ചെലവഴിച്ചാൽ വലിയ ആശുപത്രി പോകുമോ, ഇതുപോലുള്ള വ്യാജ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുമോ? ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് മറ്റു മേഖലയെല്ലാം. അതായത് നമ്മളിവിടെ കാണുന്നത് പോലെ അല്ല, നേരെ വിപരീതമാണ് ഉത്തരേന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളുടെയും അവസ്ഥ. അത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP ആയാലും ഇപ്പൊ പശ്ചിമ ബംഗാൾ ആയാലും എവിടെയായാലും അതിന്റെ ഉൾനാടൻ ഗ്രാമങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വളരെ പിന്നോക്കത്തിൽ നിൽക്കുന്നവർ. അവർക്കറിയില്ല എന്താണെന്ന്. അവർക്ക് ഈ ലോകം ഇങ്ങനെയാണ്, ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്ര വികസനങ്ങളുണ്ട്, ഒന്നും അവർക്കറിയില്ല. കാരണം അവരുടെ ഒരു ഇട്ടാവട്ടത്തിൽ ജീവിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യം എന്നൊരു രാജ്യമുണ്ടെന്ന് പോലും അറിയാത്ത ഒരു വിഭാഗമാണ്. നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാ. അത്രയും വലിയൊരു പോപ്പുലേഷൻ ഉണ്ടായിട്ടും അതിനെ യഥാവധി ഉപയോഗപ്പെടുത്താൻ ഇവിടുത്തെ സർക്കാരിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കഴിവുകേട് തന്നെയല്ലേ? ഇനി ചോദിക്കാനുള്ളത് 145 കോടി ജനങ്ങളില്ലേ? അതിൽ ബുദ്ധിയും തലയുമുള്ളവരെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണ്ടേ? ഈ പണച്ചാക്കുകൾ ഏതെങ്കിലും ചില കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ അവരെ മാത്രം ഇട്ടുകൊണ്ട് അവരെ കാശുമായിക്കൊണ്ട് അവർക്ക് പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതിയോ? ഇന്ത്യയിൽ 140 കോടി ജനങ്ങളിൽ വലിയൊരു ഭാഗം സാധാരണക്കാരില്ലേ? അവർക്ക് ജീവിക്കണ്ടേ? അവർക്കും വൈദ്യസഹായം വേണ്ടേ? എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിൽ ഇത്രയധികം കാലം ആൾക്കാർ ജീവിച്ചിരുന്നിട്ടും അവിടെ ഒരു ആശുപത്രി, ഒരു ഡെന്റൽ ക്ലിനിക്ക് എന്റെ സർക്കാർ മേഖലയിൽ തുടങ്ങാത്തത്? ഈ വ്യാജന്മാരെ അവിടെ നിന്ന് മാറ്റാത്ത എന്തുകൊണ്ടാ? അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയായിട്ടോ ഏത് മേഖലയായിട്ടോ എന്തേ അത് ചെയ്യാത്തത്? കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. അവർക്ക് യാതൊരു വിവരവും ഇല്ല, ഒരു വെള്ളിയാഴ്ചയും ഇല്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ വലിയൊരു വിഭാഗത്തെ ഇവിടെ ജീവിക്കാൻ വിട്ടിട്ടാണ് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ 1ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ എത്രത്തോളം വികസിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ ഭരണകർത്താക്കൾക്ക് ദീർഘവീക്ഷണമുള്ളവരാ, എല്ലാം ബോധവും പൊക്കണവും ഉള്ളവർ തന്നെയാ. പക്ഷെ അവരെല്ലാം ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇവിടെ കഴിവുള്ള സാധിക്കുന്നവർ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്നവർ ആ ഭാഗത്തേക്ക് ചിന്തിക്കേണ്ട സ്ഥാനത്ത് മുസ്ലിം വിഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഭാഗത്തെ, പിന്നോക്ക വിഭാഗത്തെയൊക്കെ താറടിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ച് വർഗീയതയും മറ്റും വളർത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് വളർത്താൻ വേണ്ടി മാത്രമാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി വെച്ച സംസാരം ഉണ്ടല്ലോ, അത് അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നിരോധിക്കപ്പെടാത്തിടത്തോളം കാലം അവർക്കും, മുസ്ലിം ലീഗ് UDFന്റെ ഘടകകക്ഷിയായിടത്തോളം കാലം അവർക്കും കേരളത്തിൽ ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് പറയാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നിഷേധിക്കപ്പെടേണ്ട ആവശ്യമില്ല. BJPക്ക് എന്നല്ല, ആർക്കും അത് കേട്ട് തലവേദനയാകേണ്ട ആവശ്യവുമില്ല. Different angles. Don't forget to subscribe and support this channel.